റിപ്പോർട്ടർ ബ്രേക്കിംഗ് A+ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ BJPയിൽ നേതാക്കളുടെ മത്സരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ മണ്ഡലങ്ങളിലാണ് കൂടുതൽ നേതാക്കൾ താൽപര്യം പ്രകടിപ്പിക്കുന്നത്. തൃശൂരിൽ മത്സരിക്കാൻ മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, ശോഭ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ എന്നിവർ താൽപര്യം അറിയിച്ചു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ K. സുരേന്ദ്രനെ കൂടാതെ പത്മജ വേണുഗോപാലും VV രാജേഷും തയ്യാറെടുക്കുന്നുണ്ട്. VS രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. 11 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയതാണ്, 8 മണ്ഡലങ്ങളിൽ രണ്ടാമതും. അതിൽ ചില മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഹയസ്റ്റായി നിൽക്കുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുമ്പോൾ ആരൊക്കെയാണ് ആ മണ്ഡലങ്ങൾ നോട്ടമിടുന്നത്? സുജിയ, പ്രധാനപ്പെട്ട 11 മണ്ഡലങ്ങൾ സുജിയ സൂചിപ്പിച്ച പോലെ തന്നെയുണ്ട്. ഈ 11 മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതായിരുന്നു. ആ വിജയം ആവർത്തിക്കാൻ സാധിച്ചാൽ 11 MLA-മാരാണ് BJPക്ക്. അത്രയും മണ്ഡലങ്ങളിൽ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൗതുകമുള്ള മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. ഇതിനകം തന്നെ 4 നേതാക്കന്മാർ തൃശ്ശൂർ മണ്ഡലത്തിൽ താല്പര്യം അറിയിക്കുകയും അവിടെ സാധ്യത കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുൻ അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ തന്നെയാണ്. അദ്ദേഹം കോന്നിയിൽ മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹം മഞ്ചേശ്വരത്ത് മത്സരിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ നല്ല വോട്ട് നേടിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈഴവ മണ്ഡലം എന്ന അർത്ഥത്തിൽ കൂടി K. സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനും വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് K. സുരേന്ദ്രനെ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷേ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ MT രമേശ്, അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അദ്ദേഹം നേരത്തെയൊക്കെ മത്സരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ താല്പര്യപ്രകാരം പല മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തെ A+ കാറ്റഗറി മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലൊരു മണ്ഡലത്തൊന്നും MT രമേശിന് പരീക്ഷിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ MT രമേശ് ഇത്തവണ അത്തരത്തിലൊരു മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഒരു സൗമ്യമുഖമുള്ള അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പ്രതികരിക്കുന്ന, വളരെ കാര്യഗൗരവമായി പ്രതികരിക്കുന്ന നേതാവ് എന്ന മട്ടിൽ കൂടി തൃശ്ശൂരിൽ ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂരിൽ അദ്ദേഹവും മത്സരത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതുപോലെ ശോഭ സുരേന്ദ്രൻ പലയിടത്തും മത്സരിച്ച് അവിടെയെല്ലാം വോട്ട് ശതമാനം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുള്ള മിന്നും പ്രകടനം കാഴ്ചവെച്ച നേതാവാണ് ശോഭ സുരേന്ദ്രൻ. ശോഭ സുരേന്ദ്രനും ചോദിക്കുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം പാർട്ടി കൊടുക്കും. പക്ഷേ അവരും തൃശ്ശൂരിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാൽ തൃശ്ശൂർ കേന്ദ്രീകരിക്കുകയാണ്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിൻ്റെ പേരുമുണ്ട്. അങ്ങനെ 4 പേരുകൾ ഒരുമിച്ച് വരുന്ന ഒരു A+ മണ്ഡലം എന്ന കൗതുകം തൃശ്ശൂരിനുണ്ട്. അതോടൊപ്പം മറ്റു മണ്ഡലങ്ങളിലും സമാനമായിട്ട് ഒന്നിലേറെ പേരുകളുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലമാണ് മറ്റൊരു പേര്. അവിടെ VV രാജേഷാണ് നേരത്തെ മത്സരിച്ചത്. അപ്പോൾ ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണ പത്മജ വേണുഗോപാൽ വരും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് K. മുരളീധരനാണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ പത്മജ ഇല്ലെങ്കിൽ K. സുരേന്ദ്രൻ വട്ടിയൂർക്കാവിലും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് ഒരു ഈഴവ സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തും സുരേന്ദ്രന് നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷന രീതിയിൽ അവരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിലും സുരേന്ദ്രൻ മത്സരിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു മണ്ഡലം നേമമാണ്. രാജീവ് ചന്ദ്രശേഖറാണ് നേമത്ത് മത്സരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ് ഇല്ലെങ്കിൽ അവിടെ പല പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. കുമ്മനത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരുപക്ഷേ K. സുരേന്ദ്രൻ തന്നെയാണോ മത്സരിച്ചേക്കാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ S. സുരേഷിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നു. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും ഒന്നിലേറെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു ഇത്തവണ എന്നുള്ളൊരു കൗതുകമുണ്ട്. കാട്ടാക്കടയും കഴക്കൂട്ടും ഒക്കെ ഉയർച്ച പേരുകളുള്ള മണ്ഡലങ്ങളാണ്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും കഴക്കൂട്ടത്ത് V. മുരളീധരനുമാണ്. പക്ഷേ ഇവരില്ലെങ്കിൽ അവിടെ പല പേരുകൾ, അവിടെ കരമന ജയൻ്റെ പേര് ഉൾപ്പെടെ കാട്ടാക്കടയിലും അല്ലെങ്കിൽ S. സുരേഷ് കാട്ടാക്കടയിൽ മത്സരിക്കാനും കഴക്കൂട്ടത്ത് തന്നെ പല പേരുകൾ തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാക്കളുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒന്നിലേറെ പേരുകൾ ചില മണ്ഡലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തൃശ്ശൂരിൽ തന്നെ ഒന്നിലധികം മണ്ഡലങ്ങൾ പൂർണ്ണമായും വിജയം ഉറപ്പാണ് എന്ന വിലയിരുത്തലുണ്ട്. അവിടേക്ക് പൊതുസമ്മതരായ ആളുകളെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു പ്ലാൻ B കൂടി അണിയറയിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ തവണയൊക്കെ BJP K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പൊതുസമ്മതരായ ആളുകളെയൊക്കെ മത്സരിപ്പിക്കുകയും ചെയ്തിരുന്നു. സമാനമായ പരീക്ഷണം നടക്കുകയും ചെയ്യും. അതിൽ സുരേഷ് ഗോപിയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ തീരുമാനം വളരെ നിർണായകമാണ്. സുരേഷ് ഗോപിക്ക് തൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഒരാളെങ്കിലും ജയിപ്പിച്ചെടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. മാത്രമല്ല ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം അതൊരു താൽക്കാലിക വിജയമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ നിയമസഭയിൽ കൂടി അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആവർത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള
പരിപാടി സുരേഷ് ഗോപിയും നോക്കുന്നുണ്ട്. സുരേഷ് ഗോപിയും എത്തരത്തിൽ ഉള്ള ഒരു നീക്കം നടത്തുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ തൃശ്ശൂരിൽ പോലും ഈ 4 പേരിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് തീരുമാനമെടുക്കേണ്ടത് എങ്കിൽ കൂടി സുരേഷ് ഗോപിയുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും ഒക്കെ ഒരു താല്പര്യമാണ് ഇത്തരത്തിൽ പാർട്ടിയോട് താല്പര്യമുള്ള പൊതുസമ്മതരായിട്ടുള്ള ആളുകളെ പല രംഗത്തു നിന്നും, അത് സിനിമയിൽ നിന്ന് മാത്രമല്ല പല രംഗത്തു നിന്നും ആളുകളെ ഈ പൊതുസമ്മതരായി കളത്തിലിറക്കാനുള്ള ഒരു താല്പര്യം നേതാക്കന്മാർക്കുണ്ട്.